വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സും കൊണ്ടാണ്. എൻ്റെ ടിപ്സ് അല്ല, ഇക്കാട് ഉമ്മാൻ്റെ ടിപ്സാണ്. ചിലപ്പം കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്, ഇനി പുതുതായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് അറിയാമെങ്കിലും അതും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം കേട്ടോ. പപ്പടം കഴിക്കാൻ കുറേ പേർക്ക് കഴിയാത്തതിൻ്റെ കാരണം എണ്ണയിൽ വറുത്തുകൊണ്ടായിരിക്കും. അപ്പം ഇനി നമുക്ക് പപ്പടം എണ്ണയിൽ വറുക്കാണ്ടേയും ഉണ്ടാക്കാൻ പറ്റും. ചുട്ട പപ്പടം ആക്കിയിട്ടുണ്ടാക്കാം കേട്ടോ. പപ്പടം ചുട്ടിട്ടും കഴിക്കാമല്ലോ. അപ്പം ഇനി അത് മടിയുള്ളവർക്ക് ഇനിയിപ്പം അടുപ്പത്ത് വെച്ച് ചുടാനുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈയിങ് പാനിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതി. അപ്പം പപ്പടം ഇങ്ങനെ എന്താ പറയുക, പൊള്ളച്ച് വരും. ഇനി ഇത് റെഡി ആയോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണം ഉണ്ടല്ലോ, പപ്പടം ഫ്രൈ ആക്കിയാലുണ്ടാവുന്നൊരു മണം. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പപ്പടം ഫ്രൈ ആക്കാൻ പറ്റും. നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് കുറച്ചധികം വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സിപ്ലോക്ക് ബാഗിലൊക്കെ ഇട്ട് വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പപ്പടം ഇനി എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കടല വറുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പല രീതിയിലും നമ്മൾ കടല വറുക്കും. ചിലർ ഓവനിൽ വയ്ക്കും, ചിലർ മണലിൽ വറക്കും, ചിലർ ഉപ്പിൽ വറക്കും. ഞാനിതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൽ വറക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്, ഉപ്പിൽ വറക്കുന്നത് കേട്ടോ. കാരണം ഇപ്പം നല്ല മണൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉപ്പ് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് കടല വറുക്കുന്നതാണ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടല നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കല്ലോ, ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പിൽ വറക്കൽ. അപ്പോൾ ആ ഒരു സംഭവം ആവശ്യമില്ല. നമ്മൾ കടല വാങ്ങിച്ച പാടന്നെ അപ്പം തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കും ഇത് വറുത്തെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടല കൊണ്ടുവന്ന പാടന്നെ ഒരു 5-10 മിനിറ്റിനകത്ത് നമുക്ക് കടല അടിപൊളിയായിട്ട് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉപ്പ് ചൂടാക്കിയെടുത്ത ശേഷം അപ്പം തന്നെ ഒന്ന് കഴുകിയെടുക്കാം. എല്ലാം കൂടി കടല ഒരുമിച്ച് കഴുകണ്ട. നമ്മൾ ഈ ഉപ്പിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്, അതിനനുസരിച്ച് കടല കഴുകിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, സോക്ക് ചെയ്ത് വെച്ചാൽ കടല കുറച്ച് അധികം സമയം എടുക്കുന്നുണ്ട് വറുത്ത് റെഡിയായി കിട്ടാൻ. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഒരു കടലയിൽ പിടിക്കും കേട്ടോ, സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കടല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രൈ അല്ല, കടല വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് നാട്ടിലുള്ളവർക്ക്, പ്രത്യേകിച്ച് വിറകടുപ്പ് വീട്ടിലുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ എക്സോ കട്ട ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് അലിയിച്ച ശേഷം അടുപ്പത്ത് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് അടുപ്പ് രാവിലെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടുപ്പത്ത് എത്ര കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ അടുപ്പത്ത് ഭയങ്കരമായിട്ട് കരിയും പുകയൊക്കെ പിടിച്ച് ഒക്കെ കേടാവില്ലേ. പ്രത്യേകിച്ച് ഈ നീർദോഷമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കുന്നവർക്ക് സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ക്ലീൻ ആക്കാൻ പെട്ടെന്ന് ആ ഒരു കരിയും ഇതൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ആദ്യം ക്ലീൻ ആക്കിയ ശേഷം വേണം ഇത് ചെയ്യാൻ കേട്ടോ. കത്തിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഈ എക്സോ കട്ട മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഈ റിങ്ങിലും അതുപോലെ അടുപ്പത്ത് ഈ എന്താ പറയുക, വിറക് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കുക. ഇത് ഞാൻ ഇവിടെ വരുന്ന സമയത്തിന് ഇത് ഉമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മയോട് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുപ്പൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ ഈ നീർദോഷമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിങ്ങൊക്കെ ഭയങ്കരമായിട്ട് കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് തവണ നമ്മൾ ഉരച്ച് കഴുകേണ്ടി വരും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കഴുകാം. ഈ എന്താ പറയുക, വേറെ ലിക്വിഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് എടുത്താൽ മതിയാകും. മറ്റേത് നമ്മൾ നന്നായിട്ട് കുറേ തവണ, കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ എന്താ പറയുക, കൈ നന്നായിട്ട് അമർത്തിയിട്ടൊക്കെ കഴുകേണ്ടി വരും. ഇതിപ്പോൾ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ക്ലീനായി കിട്ടും.
ചില ടിപ്സ് ഭയങ്കര സിമ്പിളായിരിക്കും നമുക്ക് കാണുമ്പോൾ, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടിപ്പായിരിക്കും. ഈ കടലയുടെ തൊലി കളയൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അത് അത്യാവശ്യം കടല ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാണ്ട് ഇതുപോലെ ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെച്ചിട്ട് കൈകൊണ്ട് ഇതങ്ങനെ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേറി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കടലയുടെ തൊലി കളഞ്ഞു കിട്ടും. ഇനി പറയുന്ന ടിപ്പ്, നാടൻ മുട്ട ഉണ്ടല്ലോ നാട്ടിൽ കിട്ടുന്നത്, അത് നാട്ടിൽ ചിലപ്പം എല്ലാവർക്കും അധികമായിട്ട് കിട്ടുന്നുണ്ടാവും, പക്ഷേ നമുക്ക് ഗൾഫിൽ കിട്ടാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ അത് നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളവർക്ക് ഇതുപോലെ ബബിൾ റാപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബബിൾ റാപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് വലിയൊരു ടിന്നും കൂടി വേണം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന്. അതിൽ എന്താ പറയുക, ടൈറ്റ് ആയിട്ട് തന്നെ വെക്കണം, ലൂസാക്കാൻ പാടില്ല. അത് നിറയെ വെക്കുക വേണം കേട്ടോ. അതിൽ പകുതി വരെ വെക്കുക അങ്ങനെയൊന്നും പറ്റില്ല, മൊത്തത്തിൽ വെക്കണം. അതിനനുസരിച്ചുള്ള ഒരു ടിന്നെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടും തന്നെ ഒരു മുട്ട പോലും പൊട്ടാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഗൾഫിൽ എത്തിക്കാൻ പറ്റും. അടുത്തത് ഒരു കുക്കിംഗ് ടിപ്പാണ്. അതായത് നമ്മൾ ഏതൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരേപോലത്തെ ചേരുവകളാണെങ്കിൽ പോലും പലരും പല ടേസ്റ്റിലായിരിക്കും ഉണ്ടാക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചേരുവ ഒരേപോലത്തെ ചേരുവ ആണെങ്കിൽ പോലും അത് ഫസ്റ്റ് ഇടുന്നതും ഇടുന്നതും ലാസ്റ്റ് ഇടുന്നതിലൊക്കെ ആ ടേസ്റ്റിൽ വ്യത്യാസം വരുത്തും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണത്, ഗ്രീൻ പീസ് കറി. അപ്പോൾ ഗ്രീൻ പീസ് സോക്ക് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു സവോള, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, വെള്ളം, ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതൊരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞു വരും. ഈ ഗ്രീൻ പീസ് നന്നായിട്ട് ഉടഞ്ഞു വരണം. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ സാധാരണ ഉണ്ടാക്കൽ എന്താ വെച്ചാൽ കടുക് പൊട്ടിച്ചിട്ട് ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർക്കരുത്. ഉമ്മ ഇങ്ങനെ തയ്യാറാക്കുക. അതായത് കടുക് പൊട്ടിച്ച ശേഷം അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ആ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഈ കടുക് പൊട്ടിച്ചിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കും. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സംഭവം. നമ്മുടെ നാട്ടിൽ നമ്മൾ അരി ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ അരിയിൽ കുത്തം വരിക. പലരും പല രീതിയിലായിരിക്കുമ്പോൾ കുത്തം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ കറിവേപ്പില, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം ഉമ്മ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുറച്ചധികം തണ്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളകോ ഉണക്കമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ കിടന്നിട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. മാതള നാരങ്ങ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം. ഇത് എപ്പോഴും നമ്മളിങ്ങനെ ഒരുപാടൊക്കെ ചില വീടുകളിലുണ്ടാവും. അപ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഭയങ്കര പാടുമാണ്. ഇങ്ങനെ വലിയതൊക്കെ ആകുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഭയങ്കര പാടാണ്. ഇനി ഇത് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തയക്കാനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കണം എന്നാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഒരു സിപ്ലോക്ക് ബാഗിൽ ആക്കി വെക്കുക. അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓറഞ്ച് ഒക്കെ ചെയ്തെടുക്കാം. ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് അകത്തുള്ളത് മാത്രം ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, പുറത്ത് വെച്ചിട്ട് കേടാവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഫ്രിഡ്ജിൽ സ്ഥലമൊന്നും ഇല്ലയെന്നാണെങ്കിൽ, ഓറഞ്ച് ഒട്ടാകെ വെക്കാൻ സ്ഥലമില്ല എന്നാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ അകത്തുള്ളത് മാത്രം എടുത്തിട്ട് ഒരു സിപ്ലോക്ക് ബാഗിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പോകാൻ നേരം എടുക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. പുറത്ത് വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ സിപ്ലോക്ക് ബാഗിൽ തന്നെ വെക്കും വേണം കേട്ടോ. അടുത്തത് ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ അണ്ടിപ്പുട്ട് അല്ലെങ്കിൽ അവലോസ് പൊടി, അതുപോലെ ഇതിപ്പോൾ കടലപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്, അതിലോട്ടൊക്കെ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറില്ലേ? അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ലേ, ഈ അരി വറുത്ത് പൊടിച്ചിട്ട് അരിപ്പയിലൂടെ അരച്ചിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് അവൽ വറുത്തിട്ട്, ഈ റെഡ് അവലുണ്ടല്ലോ അത് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളും ആട്ടോ. ഇതിപ്പോൾ കടലപ്പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണുന്നത്. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അടുത്തത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര പാടല്ലേ. 2-3 ദിവസമൊക്കെ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇൻഡോർ പ്ലാന്റ്സ് ആണിത്. ഇത് എനിക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നനഞ്ഞൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിൽ ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെക്കുക. എന്നിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ടൈറ്റായിട്ട് സീൽ ചെയ്യും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഗൾഫിൽ എത്തിക്കഴിഞ്ഞാലും ഒരു ദിവസം വേണമെങ്കിൽ അതുപോലെ തന്നെ വെക്കാൻ പറ്റും. അത്രയും നമ്മൾക്കത് ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അടുത്തതും ഒരു പാക്കിംഗ് ടിപ്പ് തന്നെയാണ്. ഒരുപാട് പേർക്ക് ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഗൾഫിലേക്ക് ബീഫ് കൊടുത്തയക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എന്തൊക്കെയാണ് ചേർക്കാൻ പാടില്ലാത്തതെന്ന്. ഇതിപ്പോൾ 2 കിലോ ബീഫുണ്ട്. അതിലോട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കേടാവില്ല. പിന്നെ ഉലുവ, ഉപ്പ്, പിന്നെ ഇതിൽ തക്കാളിക്ക് പകരം വിനാഗിരി ആയിട്ട് ചേർക്കുന്നത്. എന്നിട്ട് ഗരം മസാലപ്പൊടിയും ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് അടുപ്പത്ത് വേവിക്കുക. എന്നിട്ട് വെന്ത ശേഷം നമുക്ക് എണ്ണയിൽ ഇത് വറുത്തെടുക്കണം. നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നവരെ വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വാഴയിലയിൽ ചൂടാറിയ ശേഷം വാഴയിലയിൽ വെച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വാങ്ങിക്കാൻ കിട്ടും. അതിൽ റാപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. പുതിയ മൺചട്ടി നമ്മൾ മയക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൺചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉമി ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് ഉമി നന്നായിട്ട് കളറൊക്കെ മാറി വന്ന ശേഷം അതിലോട്ട് കുറച്ച് കനലിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് കത്തിച്ചെടുക്കുവാണ്. അപ്പം മൺചട്ടിൻ്റെ അകത്തൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടും. എന്നിട്ട് നമ്മൾ 2-3 ദിവസമൊക്കെ ഇതിൽ കഞ്ഞിവെള്ളമൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മളിതിൽ കറി ഉണ്ടാക്കുന്നത്. അതിന് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചട്ടി യൂസ് ചെയ്യണമെന്നാണെങ്കിൽ ഇതുപോലെ ഉമ്മിയിട്ട് കത്തിച്ച ശേഷം ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉലുവയിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ കടുക് ഇതൊക്കെ ഇട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ ഉലുവട്ട് പൊട്ടിച്ചു, പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചു, പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ചട്ടി കത്തിക്കാൻ പറ്റില്ലല്ലോ എണ്ണ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തേങ്ങയുടെ വറവ്, അതായത് ബ്രൗൺ നിറം ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോഴേക്കും ഈ ചട്ടി നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. ഇതൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ചട്ടി മയക്കുന്നതിൻ്റെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം അപ്പം തന്നെ നമുക്കിതിൽ കറി ഉണ്ടാക്കാൻ പറ്റും. ഒരു ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. നേരത്തെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടായിരുന്നാലും നമ്മൾ അരിയിൽ കുത്തം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പ് തന്നെയാണ്. ഇതിപ്പോൾ പച്ചരിയാണ്. പച്ചരിയിൽ അല്ലെങ്കിൽ ഏത് അരിയാണെങ്കിലും ഇതുപോലെ ഗ്രാമ്പു ഒരു 6-7 ഗ്രാമ്പു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും കുത്തം വരില്ല കേട്ടോ. പക്ഷേ ഗ്രാമ്പൂൻ്റെ ഒരു മണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയും മറ്റേതും കൂടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും ഉമ്മ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ലാസ്റ്റാണ് പറഞ്ഞത് ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ മുളക് പൊടിയൊക്കെ ബൾക്കായിട്ട് പൊടിപ്പിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വീട്ടിൽ നമ്മൾ മുളക് പൊടിയൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഉപ്പ് ചൂടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടാക്കാനെ ചേർക്കരുത് കേട്ടോ. ചൂടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഉപ്പിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൊണ്ട് ചൂടാക്കുന്നത്, ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് മുളക് പൊടീൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കേടാവില്ല. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളക് പൊടിയിലൊക്കെ ഉപ്പിൻ്റെ അംശം കാണും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബൾക്കായിട്ട് എടുത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. അങ്ങനെ വരുമ്പം കുറേ നാളത്തേക്ക് അത് കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മല്ലിപ്പൊടിയിലോട്ടും മഞ്ഞൾപ്പൊടിയിലോട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ മുളക് പൊടി ഏതായാലും നമ്മൾ ഉപ്പ് ചേർക്കാണ്ടുള്ള വിഭവങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ മഞ്ഞൾപ്പൊടി അങ്ങനെയല്ല. മഞ്ഞൾപ്പൊടി നമ്മൾ ഉപ്പ് ചേർക്കാണ്ടേയും നമ്മൾ തയ്യാറാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലത്തെ വേറൊരു ഐറ്റമാണ് നമ്മുടെ വെളിച്ചെണ്ണ. നമ്മൾ വീട്ടിൽ ആട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആട്ടിച്ചത് വാങ്ങിച്ചതിലൊക്കെ നമ്മൾ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കല്ലുപ്പ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നല്ലോണം ചൂടാക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഈ കല്ലുപ്പ് ചൂടാറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ നമ്മൾ ക്യാനിലൊക്കെ ആക്കിയിട്ട് അതിലോട്ട് ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ.
പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കുരുമുളക്, അതായത് പെപ്പർ കോൺസും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നാൾ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കുരുമുളകിൻ്റെ പെപ്പർ കോൺസ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ കല്ലുപ്പ് ഇട്ട് കൊടുക്കരുത്. അതുപോലെ നമ്മൾ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാത്ത വെളിച്ചെണ്ണ തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് തലവേദന, നീരിറങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കുരുമുളക് ഇട്ട് പൊട്ടിച്ച വെളിച്ചെണ്ണ ഒക്കെ തേക്കുകയാണെങ്കിൽ അങ്ങനെ നീരിറങ്ങാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ എല്ലാവർക്കും വരുന്നൊരു അസുഖമാണ് ചുമ, തൊണ്ടവേദന, കഫക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫലപ്രദമാണ്. അപ്പോൾ ഇത് ആടലോടകമാണ്. അത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിക്ക ആൾക്കാരുടെയും വീട്ടിലുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ അത് വീട്ടിൽ ഉണ്ടാക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഒരു ചെടിയെങ്കിലും ഉള്ളത് നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കുരുമുളക്, ആടലോടകത്തിൻ്റെ ഇല അങ്ങനെ മാറ്റിയെടുക്കുക. എന്നിട്ട് അത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. ഇത് ഉമ്മ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഉമ്മ അമ്മിയിലാണ് കേട്ടോ അരക്കുന്നത്. ഉമ്മാക്കത് ഉമ്മാൻ്റെ കൈ കൊണ്ട് ചെയ്താലേ ഒരു തൃപ്തി ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ആടലോടകം എന്ന് പറയുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും, പക്ഷേ അതാ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. ഇനി ഇത് ഇതുപോലെ അരച്ചിട്ട് ഒരു എയർടൈറ്റായിട്ടുള്ള ചെറിയൊരു ജാറിലിട്ട് വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അരക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ അരച്ചെടുത്താൽ മതി. ഒരു 4-5 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് പോകാൻ നേരം ഹാൻഡ് ബാഗിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, തിരിച്ച് ഇവിടെ എത്തിയ ശേഷം നന്നായിട്ട് എന്താ പറയുക, മുട്ടയിൽ ചേർത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണ്. മുട്ടയിലാണിത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇതൊരു കയ്പ്പുണ്ടാവും, പക്ഷേ മുട്ടയിൽ ചേർക്കുമ്പോൾ ആ ഒരു കയ്പ്പുണ്ടാവില്ല. 3 മുട്ടയിലേക്ക് ഒരു 3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ കഴിക്കും. എന്നാൽ നല്ല തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഒക്കെ ഭയങ്കര ഫലപ്രദമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉമ്മാൻ്റെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ നിങ്ങളുടെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.